ഹലോ, എൻ്റെ പേര് ജെറിൻ. അധികം ഇൻട്രൊഡക്ഷൻസ് ഒന്നും പറഞ്ഞിട്ട് വീഡിയോ നീട്ടുന്നില്ല. ഡയറക്റ്റ്ലി കാര്യം പറയാം. നമ്മൾ ജർമ്മൻ പഠിക്കാൻ പോവുകയാണ്, അതും വെറും 30 ദിവസത്തിനുള്ളിൽ. ഈ വീഡിയോ സീരീസിൻ്റെ എൻഡിൽ 30ാമത്തെ ദിവസം നിങ്ങളൊരു ജർമ്മൻ ബിഗിനർ ലെവൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ ഇപ്പം മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജർമ്മൻ അല്ല, ഇറ്റ്സ് ഡോയിച്ച്. അതായത് മലയാളത്തിന് നമ്മൾ ഏത് ലാംഗ്വേജിലും മലയാളം എന്നാണ് പറയുക. പക്ഷേങ്കിൽ ജർമ്മനിയിൽ ജർമ്മന് തന്നെ മറ്റൊരു പേരുണ്ട്. അവരുടെ ഭാഷയിൽ അത് പറയുക ഡോയിഷ് എന്നാണ്. അതേപോലെ ആ രാജ്യം ജർമ്മനി അല്ല, ഇറ്റ്സ് ഡോയിഷ് ലാൻഡ്. ഓക്കെ, ശരി. അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് പറഞ്ഞു തുടങ്ങാം. ജർമ്മൻ ആൽഫബറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജർമ്മൻ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളുമായിട്ട് വളരെയധികം സിമിലാരിറ്റീസ് ഉള്ളതാണ്. അതായത് കാഴ്ചയിലും ഒരേപോലെയാണ്, അത് എഴുതുന്ന രീതിയും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഉച്ചാരണം, ഈ വാക്കുകളുടെയൊക്കെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻ്റ് ആവും. ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷിലെ എ എന്ന് ഉച്ചരിക്കുന്ന ലെറ്റർ അതേപോലെ തന്നെയാണ് ജർമ്മനിലും എഴുതുക, പക്ഷേ അതിൻ്റെ ഉച്ചാരണം വരിക ആ എന്നാണ്. അതേപോലെ ഇംഗ്ലീഷിലെ ബി ഇവിടേക്ക് വരുമ്പോൾ അത് ബേ ആകുന്നു, ഇംഗ്ലീഷിലെ സി ഇവിടേക്ക് വരുമ്പോൾ സേ ആകുന്നു, ഇംഗ്ലീഷിലെ ഡി ഇവിടേക്ക് വരുമ്പോൾ ഡേ ആകുന്നു. ഈ തരത്തിലുള്ള വ്യത്യാസമാണ് ജർമ്മൻ ആൽഫബറ്റ്സിൽ ഉടനീളം ഉള്ളത്. സോ നമുക്ക് മുഴുവനായിട്ട് A to Z ജർമ്മൻ ആൽഫബറ്റ്സ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, can we begin?